നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ സച്ചി ഒരു തീരുമാനം എടുത്തു. തനിക്കിട്ട് കുറെ പണി തന്നവനാണ് ആ അരുൺ എന്ന് പറയുന്ന പോലീസുകാരൻ. തന്റെ പിന്നാലെ നടന്ന് തന്നെ ഉപദ്രവിച്ചവനാ. കഴിഞ്ഞ തവണ ഒരു തെറ്റും ചെയ്യാതെ തന്റെ വണ്ടി പിടിച്ചോണ്ട് പോയി. അപ്പൊ പിന്നെ അവനിട്ട് ഒരു പണി കൊടുക്കണ്ടേ? അങ്ങനെ വീഡിയോ സച്ചി പിടിച്ചെടുത്ത് എന്ത് ചെയ്തു? സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. അവനിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയം. ഫോൺ വിളിച്ചോണ്ട് ഹെൽമറ്റും ഇല്ലാതെ നല്ല തിരക്കുള്ള റോഡിൽ കൂടെ അരുൺ വരുന്ന ആ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി. അതൊരു പോലീസുകാരൻ ഇങ്ങനെ ചെയ്ത് പല പല കമന്റുകളും അതിന് താഴെ വന്നോണ്ടിരിക്കുക. പക്ഷെ ഇതൊന്നും അരുൺ അപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. അരുൺ തന്റെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാനായിട്ട് പെട്ടെന്ന് വന്നതായിരുന്നു. അങ്ങനെ മെഡിസിൻ മേടിച്ചോണ്ട് വീട്ടിലേക്ക് ചെന്നു. തല ഇറങ്ങി വീണിട്ടുണ്ടായിരുന്നു അമ്മ. അങ്ങനെ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു ഇതായത്. ദേവും ചെന്നിട്ടുണ്ടായിരുന്നു. ദേവ് പറഞ്ഞു, അതെ അമ്മേനെ കൂടുതൽ സൂക്ഷിക്കണം അരുണേട്ടാ. ഇനി എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമൊന്നുമില്ല ദേവു. അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മ നേരെ ചൊവ്വേ ഫുഡും കഴിക്കത്തില്ല. അതുപോലെ തന്നെയാണ് മെഡിസിന്റെ കാര്യത്തിലും അമ്മ ഭയങ്കര വീക്കാ. അമ്മയ്ക്ക് മടിയാണ്. ചില സമയത്ത് അമ്മ മറന്നുപോകും, ചില സമയത്ത് അമ്മ കഴിക്കത്തുമില്ല. അല്ലെങ്കിൽ തന്നെ 2 ദിവസമായി മെഡിസിൻ തീർന്നിട്ട്. അത് കൃത്യസമയത്ത് തന്നെ അമ്മ എടുത്ത് കഴിക്കണ്ടേ? ആരോട് പറയാനാ? പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോഴേക്കും അരുണിന്റെ അമ്മ പറഞ്ഞു, എടാ ഇതാ ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണമെന്ന്. ഒരു പെണ്ണിവിടെ വരുവാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. അതിന് എനിക്ക് സമ്മതമല്ലാഞ്ഞിട്ടാണോ അമ്മേ? ഇവളും കൂടെ സമ്മതിക്കണ്ടേന്ന് ചോദിച്ചു. ദേവ് പറഞ്ഞു, ഇനി അധികം വൈകാതെ ഞാൻ വീട്ടിൽ കാര്യം അവതരിപ്പിക്കാന്ന് കരുതി അരുണേട്ടാ ഇരിക്കുന്നേ. ഇതെന്നെ പറ്റിയ അവസരമാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ അധികം വൈകാതെ ഞാൻ വീട്ടിൽ പറയാന്ന് പറഞ്ഞു. അതെ, ഇനി അധികം നാളിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. കാരണം വീട്ടിൽ ആളില്ലാതെ എനിക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അമ്മയെ തനിച്ചാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് ഇനി നീ വീട്ടിൽ കാര്യം അവതരിപ്പിക്കണം. വേണമെങ്കിൽ ഞാൻ വന്ന് പറയാന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ ആദ്യം പറയാറുണ്ടേട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവ് പോകുന്നത്. കുറെ സമയം സംസാരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അരുണ് ആ വീഡിയോസും കാര്യങ്ങളും കാണുന്നത്. താന് ഫോൺ വിളിച്ചോണ്ട് ഹെൽമെറ്റ് പോലും ഇല്ലാതെ വരുന്നേ. അതിന് താഴെ കുറെ മെസ്സേജസും കാര്യങ്ങളും. ഓഹോ, അവൻ പണി തരൂന്ന് പറഞ്ഞ് തനിക്കിട്ട് പണി തന്നിരിക്കുക സച്ചി എന്ന് പറയുന്നവന്. അവൻ പ്രതികാരം ചെയ്തു. അരുൺ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അരുൺ പിന്നീട് ജോലിക്കായിട്ട് വരുവാണ്. ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും SI വിളിപ്പിച്ച് അരുണിനെ. അരുൺ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ ഉടനെ ആദ്യം ചോദിച്ച ചോദ്യം വേറെന്നായിരുന്നു. എടോ, താനാ വീഡിയോസും കാര്യങ്ങളും കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. കണ്ടായിരുന്നു സാറേ. എന്നിട്ട് എന്ത് തോന്നു? അത് പിന്നെ അവനുണ്ടല്ലോ ആ സച്ചി, എന്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്നവന്. അവനെ ഞാൻ പൂട്ടാൻ നോക്കിയതാ. അവൻ എനിക്കിട്ട് തന്ന പണിയാ. എടോ, താൻ അവനെ പൂട്ടാൻ നോക്കി, പക്ഷെ തനിക്കിട്ട് അവൻ തിരിച്ചു പണി തന്നില്ലേ? തന്നെ അല്ലടോ അവൻ പൂട്ടിയത്. അവനെ പൂട്ടാൻ നോക്കിയിട്ട് അവിടെ നോക്കി അവൻ രക്ഷപ്പെട്ടു പോയില്ലേ? അത് കേട്ടതും അരുൺ പറഞ്ഞു, അത് പിന്നെ സാറേ, തനിക്കേ അതേ കമ്മീഷൻ ഓഫീസിൽ നിന്ന് സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. സസ്പെൻഷനോ? അതെ, ഹെൽമെറ്റും ഇല്ലാതെ ഫോണും വിളിച്ചോണ്ട് വണ്ടി ഓടിച്ചോണ്ട് വന്ന് പറഞ്ഞോണ്ട്. സാറേ, അത് പിന്നെ എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് മെഡിസിൻ വാങ്ങിക്കാൻ വന്ന സമയത്തെ ഹെൽമെറ്റ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് മറന്നുപോയി. പോരുന്ന വഴിക്ക് അത്യാവശ്യമായിട്ട് കോള് വന്നിട്ട്. എടോ, അതൊക്കെ താൻ നോക്കണ്ടായിരുന്നോ? കോള് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതെ അങ്ങോട്ട് മാറി നിന്ന് എവിടെയെങ്കിലും വണ്ടി ഓഫ് ചെയ്തിട്ട് വേണ്ട വിളിക്കാനായിട്ട്. അതിന് പകരം എടാ, നിയമം നടപ്പിലാക്കേണ്ട പോലീസുകാരനെ താന് അറിയാലോ. എന്നിട്ട് താൻ തന്നെ ഇങ്ങനെ നിയമം തെറ്റിച്ചാലോ? അരുണ് വാക്കുകളില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഒടുവിൽ അരുൺ അവിടെ നിന്ന് ഇറങ്ങുവാണ്. കമ്മീഷന് അപ്പോഴേക്കും SI പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞു നോക്കാം, പക്ഷേ എങ്കിൽ എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സസ്പെൻഷനായി വീട്ടിലേക്ക് വരുന്ന കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും അരുണിന്റെ അമ്മ ചോദിച്ചു, ഇതെന്താണോ മോനെ നീ നേരത്തെ വന്നേ? ഒന്നും പറയണ്ടമ്മേ, അവനുണ്ടല്ലോ ഇടയ്ക്ക് ഞാനുമായിട്ട് ഉടക്കുണ്ടാക്കുന്നവൻ. അവൻ എനിക്കിട്ടൊരു പണി തന്നു പറഞ്ഞു. എന്ത്? പിന്നെ കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അരുണിന്റെ അമ്മ പറഞ്ഞു, സാരില്ല മോൻ വിഷമിക്കൊന്നും വേണ്ട. ഓ, എനിക്കെന്ത്, സസ്പെൻഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസം അമ്മേനെ അടുത്തിരുന്ന് അമ്മേനെ എനിക്ക് ശുശ്രൂഷിക്കാം, അത്ര തന്നെ എന്ന് പറഞ്ഞു. എന്നാലും എടാ മോനെ, എനിക്ക് വേണ്ടിയിട്ടല്ലേ നീ. സാരമില്ല പോട്ടമ്മേ, എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു ടെൻഷനില്ല. അവനിട്ട് എനിക്കൊരു പണി കൊടുക്കാൻ അവസരം കിട്ടും. അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. പിന്നീട് സച്ചി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. രേവതി, ചെന്താ സച്ചിയേട്ടാ പതിവിൽ പേരിയതുമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ ഇന്ന് അവനുണ്ടല്ലോ അവനിട്ട് ഒരു പണി കൊടുത്തെന്ന് പറഞ്ഞു. ആർക്കിട്ട്? രേവതി, എന്നെ കൊടുക്കാനായിട്ട് എന്റെ പിന്നാലെ നടന്ന പോലീസുകാരനില്ലേ അവനിട്ട്. എന്ത് കാണിച്ചു? സച്ചിയേട്ടൻ എന്താന്ന് കാര്യം പറ. അപ്പോഴേക്കും രേവതി എടുത്ത് വട്ടം കറക്കുവാണ് സച്ചിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം സച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്ക് സസ്പെൻഷൻ ആയെന്നുള്ള കാര്യങ്ങളൊക്കെ.
സോഷ്യൽ മീഡിയ വൈറലായി കഴിഞ്ഞപ്പോൾ പല പല പോസ്റ്റുകളും വരാൻ തുടങ്ങി. അത് മാത്രമല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ആൾക്കാർ വിളിച്ച് ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. അതുകൊണ്ട് സസ്പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ രേവതിയോട് സച്ചി കാര്യങ്ങളൊക്കെ പറയണം. അവന് സസ്പെൻഷനും കിട്ടി. അല്ല സച്ചേട്ടാ, അയാൾ അർജന്റായിട്ട് എന്തോ മെഡിസിൻ വാങ്ങിക്കാൻ വന്നാന്നല്ലേ പറഞ്ഞേ. അത്ര അർജന്റ് ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഓർത്ത് കാണത്തില്ല, അതായിരിക്കും. എന്താണെങ്കിലും ആയിക്കോട്ടെ രേവതി. ഒരു തെറ്റും ചെയ്യാതെ കാറിന്റെ ബ്രേക്ക് പോയ സമയത്ത് ഞാൻ അയാളെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്റെ വണ്ടി പിടിച്ചോണ്ട് അകത്തിട്ടല്ലേ. അപ്പൊ പിന്നെ ഞാനും സച്ചേട്ടാ ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കേണ്ടിയിരുന്നില്ല നമ്മൾ കാരണം. എന്താ ഇപ്പൊ നിനക്ക് എന്താ സെന്റിമെന്റ്സ് ആണോ അയാളോട്? സെന്റിമെന്റ്സ് ഒന്നും അല്ല. അയാളെ എന്ത് സാഹചര്യം കൊണ്ടാണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് ചോദിച്ചു. എന്താണെങ്കിലും ശരി, എനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. പിന്നീട് രവീന്ദ്രനോട് ചെന്ന് ഈ കാര്യങ്ങൾ പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, നിന്നെ കൊടുക്കാൻ നോക്കിയതല്ലേ, ഒരു തെറ്റും ചെയ്യാത്ത. ഇതാ പറഞ്ഞ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇപ്പോഴും പണി കൊടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധി ആകെപ്പാടെ തകർന്ന മട്ടല്ല വീട്ടിലേക്ക് വരുന്നേ. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, ഇതെന്താണ് മോനെ നീ നേരത്തെ വരുന്നേ? നേരത്തെ ഷോപ്പ് അടച്ചോന്ന് ചോദിച്ചു. നേരത്തെ അടച്ചു. അതെന്ത് പറ്റി നേരത്തെ അടച്ചേ? ഒരു സുഖമില്ലമ്മേ. അല്ല നിന്റെ പനി ക്ഷീണമൊക്കെ കുറഞ്ഞില്ലേ? കുറഞ്ഞു. ഒരു കാര്യം ചെയ്യ, അവളോട് ഞാനൊരു ചായ എടുക്കാൻ പറയാം. ദേവതയോട് ഇപ്പൊ എനിക്ക് ചായ ഒന്നും വേണ്ട, എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു, എടാ മോനെ നിനക്ക് എന്തേലും മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടെ എന്നോട് പറ. ഒന്നുമില്ലാന്ന് പറഞ്ഞു. ചന്ദ്രമതിയോട് അത് പറയാൻ മടി. ശ്രുതിയെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരണമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ ചെന്നിട്ട് ശ്രുതിയോട് കാര്യങ്ങൾ തിരക്കുവാണ്. എന്താടാ നിനക്ക് എന്തു പറ്റി? എന്തേലും വയ്യായി എന്തേലും ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോകണം. കഴിഞ്ഞ ദിവസമൊക്കെ പനിയായിരുന്നല്ലോ ശ്രുതിക്ക്. ഒരു പ്രശ്നമില്ല, എനിക്കറിയാം നിന്റെ മനസ്സിനാണ് പ്രശ്നം. ശ്രുതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തതിന്റെ വിഷമമായിരിക്കില്ലേ? ഒടുവില് ശ്രുതി പറഞ്ഞു, അതെ അച്ഛാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മ സമ്മതിക്കുമെന്ന് തോന്നില്ല. അമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാക്കും. എടാ നിന്റെ ഭാര്യ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നീ തീരുമാനിക്കണം, അല്ല നിന്റെ അമ്മയല്ല തീരുമാനിക്കണ്ടേ. ഇവിടെ തീരുമാനം എടുക്കേണ്ട നീയാ. അമ്മയെ പേടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും നിനക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലച്ചാ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അമ്മയെ ധിക്കരിച്ച പോലെ ആയിരിക്കില്ലേ? അതും പറഞ്ഞിട്ട് കൊണ്ടുവരാതിരിക്കാനാണോ നിന്റെ പുറപ്പാട്? എടാ നിന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കണേ, അറിയാലോ. ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നിന്റെ ജീവിതം തകർന്നു പോകും. നിങ്ങൾ രണ്ടുപേരും രണ്ടാവും. ഞാൻ നോക്കിയിട്ട് അതിനേക്കാളും നല്ലത് അവളെ പോയി വിളിച്ചുകൊണ്ട് വരുന്ന. നീ നിന്റെ അമ്മയോട് തന്നെ പറ. ഒടുവിലെ ശ്രുതി പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാത്രിയിൽ ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി രണ്ടും കൽപ്പിച്ച് ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നു. ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതിയുടെ കാര്യം പറയണം. അമ്മേ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണം, ഇനി അധികം വൈകാതെ തന്നെ വിളിച്ചോണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചന്ദ്രമതി അടുത്തില്ല. ചന്ദ്രമതി പറഞ്ഞു, ഇത്രയും കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് വീണ്ടും നിനക്ക് അവളെ വിളിച്ചോണ്ട് വരണമല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മുമ്പ് പറഞ്ഞ അതേപോലെ തന്നെ എനിക്ക് ഇനിയും പറയാനുള്ളത്. ഇനി ഞാൻ ഈ വീട്ടിലുണ്ടായിരിക്കില്ല. ഓഹോ, അപ്പൊ ഇപ്പൊ നിനക്ക് അവളെ മതി, എന്നെ വേണ്ടല്ലേ? നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം ജീവിച്ച എന്നെ നീ ഒന്നും അല്ലാതാക്കുമല്ലേ? അതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഒരു കള്ളക്കരച്ചിലൊക്കെ പാസ്സാക്കി. ശ്രുതി ചെവുത്താനും കടലിൽ നിന്ന് നടുക്കുപെട്ട അവസ്ഥയെ. ഒരു വശത്ത് ശ്രുതി, ഒരു വശത്ത് ചന്ദ്രമതി. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയം രേവതി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഡെക്കറേറ്റ് ചെയ്യേണ്ട ദിവസം എടുത്ത് നാളെയാണ്. അപ്പൊ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തണം. ഈ ഓർഡർ അത് തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് രേവതിക്ക് തോന്നി. ഒരുപക്ഷെ ഇത്രയും വലിയൊരു ഓർഡർ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇത് നല്ലവണ്ണം ചെയ്യുവാണെങ്കിൽ ഇനി വരുന്ന നല്ല നല്ല ഓർഡറുകളൊക്കെ കിട്ടും. ആ ഒരു സന്തോഷത്തിലായിരുന്നു രേവതി. അതിന്റെ കഥയൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.